ഈ കഴിഞ്ഞ ദിവസം കേട്ടൊരു കാര്യമാണ്, അതായത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ അറിയില്ല, പക്ഷേ ക്യാൻസർ വരുന്ന അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ടുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ ആങ്കർ ഇഷ്യൂസ് ഉള്ള ആളുകളാണ് എന്ന്. അതായത് ദേഷ്യം കൂടുതലുള്ള ആളുകൾക്ക് ദർ ആർ ഹൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ക്യാൻസർ. അത് കേട്ട് ആദ്യം ഞെട്ടിയത് ഞാനാണ്, കാരണം എനിക്ക് നല്ല ദേഷ്യം. ഇതൊരു തമാശ. ഇതുപോലെ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ക്യാൻസർ വന്നു, ആൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, ഇപ്പോൾ വൈഫാണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പം ആൾ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വൈഫ് ആളോട് പറയാണ്, നിങ്ങളോട് ഞാൻ പണ്ട് തൊട്ട് പറയണതല്ല ഇത്ര ദേഷ്യപ്പെടാൻ പാടില്ല, കണ്ടില്ലേ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടോ നിങ്ങൾ ഇനി ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് സച്ച് ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ആങ്കർ ആൻഡ് ക്യാൻസർ. പക്ഷേ ഈ ആങ്കർ അതിൻ്റെ ചിലപ്പം നമ്മൾ വേറെ വശം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആങ്കറുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ചില അഡിക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ചിലപ്പം നമ്മൾ പേഴ്സണാലിറ്റി പറയില്ലേ, ചിലർക്ക് ടൈപ്പ് എ ബി സി. ഈ ടൈപ്പ് എ കാരണം ഈ ആങ്കർ കൂടുതൽ വരുന്ന ഇച്ചിരി എല്ലാത്തിനും ഓടിച്ചാടി ചെയ്യുന്ന ആൾക്കാരും ചിലപ്പോൾ അവർക്ക് സ്ട്രെസ്സ് കൂടുതലായിരിക്കാം. അപ്പോൾ സ്ട്രെസ്സ് റിലീവിന് ചിലപ്പോൾ അവർ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടാവും, ആൽക്കഹോൾ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആങ്കർ ആസച്ച് കോസ് ചെയ്തില്ലെങ്കിലും ആങ്കർ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ചില ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്നതായിരിക്കും. അതല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും സ്മോക്ക് ചെയ്യാൻ ഡ്രിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ആങ്കറിൽ ഈവൻ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കോർട്ടിസോൾ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പുലി നമ്മുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിയിരിക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹോർമോൺ സെക്രീഷൻസ് ശരീരത്തിനാണ് നമ്മൾ അതെ. അപ്പോൾ അതുപോലെ ആങ്കറുള്ള ആളുടെ ശരീരത്തിലും ഈ ഹോർമോൺ ഇപ്പോൾ കോർട്ടിസോളോ അങ്ങനത്തെ ചില ഇതൊക്കെ കൂടുതലായിരിക്കാം. അത് മേ ലീഡ് ടു ഇതുപോലെ ഒബീസിറ്റിയോ സ്ട്രെസ്സോ അങ്ങനത്തെ വിച്ച് മൈറ്റ് അഗെയിൻ കോസ് ക്യാൻസർ. പക്ഷേ ദർ ഇസ് നോ ഡയറക്റ്റ് റിലേഷൻ. അങ്ങനെ വിചാരിച്ച് ദേഷ്യപ്പെടുന്നവർ പേടിക്കണ്ടായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ, അത് എത്ര കാലം കൂടുമ്പോൾ അതൊന്ന് ഡോക്ടർ നമുക്കൊരു സ്ക്രീനിങ് പോളിസിയുള്ള ടെസ്റ്റുകളെ പറ്റി. അതായത് ഒന്ന് മാമോഗ്രാം ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഐഡിയലി 50-55 വരെ വൺസ് ഇൻ 2 ഇയേഴ്സും. 55 കഴിഞ്ഞ് ഹൈ റിസ്ക് ആണ്. പിന്നെ ആനുവൽ ചെയ്യുന്നതാണ് ഐഡിയൽ. വേണമെങ്കിൽ 40 to 70 വൺസ് ഇൻ 2 ഇയേഴ്സ് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ പോയാൽ മതി. ഫാമിലി ഹിസ്റ്ററിൻ്റെ എവറി ഇയർ നമ്മൾ ഉറപ്പായിട്ട് പറയും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ക്ലോസ് ഫാമിലിയിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നൊരു ഏജ്, അത് നമ്മളൊരു ഇൻഡെക്സ് കേസിൻ്റെ ഏജ് ആയിട്ട് എടുക്കും. ഇപ്പോൾ ഒരു 29 വയസ്സിൽ നമ്മുടെ സ്വന്തം അനിയത്തിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചേച്ചിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആവണം. ഇവർക്കും അതുണ്ട്. അത്തരം കേസുകളാണ് നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ബ്രാക്ക പോലത്തെ ടെസ്റ്റ്. അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്, വളരെയധികം വ്യത്യാസമുണ്ട്. അത് നമുക്ക് വേറെ തന്നെ സംസാരിക്കാം. ഓക്കെ. പിന്നെ പാപ്സ്മിയർ 35 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകളും എല്ലാ വർഷവും ഐഡിയലി ചെയ്യണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വൈറസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് ഇപ്പോൾ ക്രൈറ്റീരിയാസ്. പിന്നെ പുരുഷന്മാരിൽ നമുക്ക് PSA ടെസ്റ്റ് 50 വയസ്സിന് ശേഷം ചെയ്യാം. സിമ്പിൾ ടെസ്റ്റാണ്. കൊളോണോസ്കോപ്പി അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. ഇത്തരം ടെസ്റ്റുകളാണ് നമ്മൾ ജനറലി ഒരു സ്ക്രീനിങ് എന്ന് പറഞ്ഞ് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ബാക്കി ഇതുപോലെ C125 ഒക്കെ ചെയ്യാം. ഒരു വയറിൻ്റെ അൾട്രാസൗണ്ട് സിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും സ്ക്രീനിങ് അല്ല. പക്ഷേ കംപ്ലീഷൻ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്യേണ്ടെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് എവിടെയാണോ ഇൻഡിക്കേറ്റഡ് അവിടെ ചെയ്യണം. ഓക്കെ. ഇപ്പൊ മാമോഗ്രാമിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് പുരുഷന്മാർക്കും വരാൻ സാധ്യതയുള്ള ക്യാൻസർ ആണ്. അപ്പൊ മാമോഗ്രാം പുരുഷന്മാരും ചെയ്യണം. അപ്പോൾ അതിൽ എണ്ണം കുറവാണ്. ഇപ്പോൾ സ്ത്രീകളിലാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീനിങ് ആണോ അതോ അല്ലാത്ത മാമോഗ്രാം അതിന് അത്രയും ലെസ് കോമൺ. ഇപ്പോൾ റയർ ചോദിച്ചില്ല, ഇപ്പോൾ പുരുഷന്മാരിൽ ആക്ച്വലി ബ്രസ്റ്റ് വരാം, ബ്രസ്റ്റ് ക്യാൻസർ, പക്ഷേ അത് സോർട്ട് ഓഫ് എ റയർ. അപ്പോൾ അവർ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനകത്ത് അല്ല, സ്ക്രീനിങ്ങിനായിട്ട് അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയഗ്നോസിസിന് വേണമെങ്കിൽ മാമോഗ്രാം ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അവിടെയും നമുക്ക് സ്ത്രീകളെ പോലെ ബ്രസ്റ്റ് ഇല്ലല്ലോ. നമ്മൾ എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? ട്യൂമർ ഉണ്ട്, ട്യൂമറിനെ കമ്പയർ ചെയ്യാൻ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂ ഇല്ല അധികം. അപ്പോൾ നമുക്ക് ആക്ച്വലി MRIയോ CTO എടുത്താലും ഈക്വലി ഗുഡ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ. അതുകൊണ്ട് പുരുഷന്മാരിൽ മാമോഗ്രാം നമ്മളങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. സ്ക്രീനിങ്ങിന് ഒട്ടും പറയുന്നില്ല, അങ്ങനെ ഒരു സ്ക്രീനിങ് ഇല്ല. പുരുഷന്മാരിൽ 100 ഒരാൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. 100 ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ ഒരാൾക്കാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറഞ്ഞില്ലേ, ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഈ ഹൈ റിസ്ക് കാറ്റഗറി തൊട്ടടുത്ത ബന്ധത്തിലുള്ള ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ എന്താ? അതിനും ഓരോ ക്യാൻസറിനും ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ആണ്. പക്ഷേ ജനറലി ആക്സെപ്റ്റബിൾ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും. അതായത് അമ്മ, അച്ഛൻ, മക്കള്, സഹോദരങ്ങൾ, സിബ്ലിങ്സ്, അടുത്ത നമ്മളിപ്പം ഒരു ക്ലോസ്ഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പ് ഫസ്റ്റ് ഡിഗ്രി, അതിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗൗരവമായിട്ട് എടുക്കണം. പിന്നെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്, നമ്മുടെ കസിൻസ്, നമ്മുടെ അമ്മയുടെ കസിൻസ്, അച്ഛൻ്റെ കസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇതിൽ നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് വരികയാണെങ്കിൽ തന്നെ അത് കെയർഫുള്ളായിട്ട് എടുക്കണം. ഒന്നിലധികം സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് വരികയാണെങ്കിൽ അത് എടുക്കണം. ഓക്കെ. പിന്നെ തേർഡ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയുന്നത് അടുത്ത സർക്കിളാണ്. അത് മൾട്ടിപ്പിൾ തേർഡ് ഡിഗ്രി റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരെ ശ്രദ്ധിക്കണം. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നിപ്പോൾ ബ്രാക്ക ടെസ്റ്റ് ചെയ്യുന്നതിന് ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല.
ഓക്കെ, കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു റിസ്ക് റൂൾ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അപ്പോഴൊരു കാര്യമുണ്ട്, നമ്മൾ വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ബ്രാക്ക ടെസ്റ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിരിക്കണം, അതിന് ആക്സസിബിൾ ആയിരിക്കണം, മൂന്നാമത്തെ ആക്ഷനബിൾ ഐറ്റം ഉണ്ടാവണം. ഇവിടെ നമ്മളൊരു 25 വയസ്സുള്ള ഒരാൾ വരുന്നു, ഒരു ബ്രാക്ക ടെസ്റ്റ് ചെയ്യുന്നു, പോസിറ്റീവ് ആവുന്നു, നമ്മൾ എന്താണ് അവർക്ക് അഡ്വൈസ് ചെയ്യുക? ഓവറീസ് റിമൂവ് ചെയ്യണമെന്നാണോ? അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ഒരു കടിക്കുന്ന പട്ടീനെ വീട്ടിൽ വാങ്ങി വെക്കുന്ന പോലെ ഉണ്ടാവും. കാരണം നമുക്ക് ക്യാൻസർ ഉണ്ടാവും എന്നുള്ള ഒരു സന്ദേശം കിട്ടുകയും ചെയ്യും, നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ബ്രക്ക മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം മ്യൂട്ടേഷൻ പാനലുകളുണ്ട്. നമുക്കൊരു 300 ജീനൊക്കെ നമുക്ക് ക്യാൻസറിൻ്റെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ബ്ലഡിൽ ചെക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകളേ ഉള്ളൂ. അപ്പോൾ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സ് ആൾ പറയുന്നത് എനിക്ക് എല്ലാ മ്യൂട്ടേഷൻസ് ചെയ്യണം. അപ്പോൾ ആളങ്ങ് ബ്ലഡ് കൊടുത്ത് ആളുടെ 300 ജീനിലും പോസിറ്റീവ് നെഗറ്റീവുകളൊക്കെ വന്ന്, അപ്പോൾ പല ജീനുകളും ചിലപ്പോൾ പോസിറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് പക്ഷേ ആൾക്ക് പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഒന്നും ആൾക്കില്ല. അപ്പോൾ ആൾക്ക് ചിലപ്പം ആളുടെ ലൈഫ് ടൈമിൽ ആ മ്യൂട്ടേഷൻ കൊണ്ട് ചിലപ്പം അസുഖം വരണം എന്നില്ല. പക്ഷേ കാരണമായി 25 വയസ്സിലെ ആൾക്ക് ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ആളിനി ക്യാൻസർ എനിക്ക് വരുമല്ലോ എന്നുള്ളത് പേടിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ അത് ഈവൻ ജനറ്റിക് ടെസ്റ്റുകളും അതുപോലെ ഫാമിലി ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് തന്നെ തീരുമാനിക്കാനായിട്ട്. എല്ലാവരും പോയി ബ്രക്ക ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതും ഒരു തറോ ജനറ്റിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം ഫസ്റ്റ് ഡിഗ്രി ഫാമിലിയിലുണ്ടെങ്കിൽ, അതുപോലെ മൾട്ടിപ്പിൾ സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി റിലേറ്റീവ്സിന് ക്യാൻസർ ഏർലി ഏജ് ഒരു 50 വയസ്സിന് താഴെയൊക്കെ ക്യാൻസർ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം അത് ബിക്കോസ് ഓഫ് ദ ഏജ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഏർലി ഏജിലുള്ള ക്യാൻസർ, ഇതൊക്കെയാണ് ഒരു ഫാമിലി. ഇതൊക്കെയാണ് നമ്മളുടെ ഡയറക്റ്റീവ്സ്. എപ്പോഴും ഞാൻ പറയുന്നത് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു കൗൺസിലിംഗ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് റിസൾട്ട് കിട്ടിയ ശേഷം ആലോചിക്കരുത്. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഇതിൽ പോസിറ്റീവ് ആയാലും എന്താണ്, നെഗറ്റീവ് ആയാലും എന്താണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ബ്രാക്ക ടെസ്റ്റ് സാർ പറഞ്ഞില്ലേ, അത്യാവശ്യം അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഇന്നിപ്പോൾ അഫോർഡബിൾ ആണ്. ഇന്നിപ്പോൾ വളരെ അഫോർഡബിൾ ആണ്. അതായത് 10,000 രൂപ തൊട്ട് നമുക്ക് 25,000 രൂപ വരെ ഇന്ന് ഇന്ത്യൻ ലാബുകൾ ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ അഫോർഡബിൾ ആണ്. അതിൽ അഫോർഡബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ഇല്ല. പലപ്പോഴും ഇൻഷുറൻസ് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം പ്രെഡിക്റ്റീവ് ടെസ്റ്റുകൾ ചില ഇൻഷുറൻസുകൾ കവർ ചെയ്യില്ല, പക്ഷേ ചില ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് അസുഖമുള്ള ആൾ, ഇപ്പോൾ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആൾ ഈ ടെസ്റ്റുകൾ ആദ്യം ചെയ്യാം. എന്നിട്ട് ആൾക്ക് ബ്രക്ക മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ദെൻ നോർമൽ ആയിട്ടുള്ള ആളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് കുറേ കൂടെ നമുക്ക് പ്രാക്ടിക്കൽ അപ്രോച്ച്. ആൾക്ക് ഉണ്ടെങ്കിൽ ദെൻ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് സിബ്ലിംഗ്സിനൊക്കെ ടെസ്റ്റ് ചെയ്താൽ കുറേയും കൂടെ ഇഫക്റ്റീവ് ആണ് അല്ലെ. അതുകൊണ്ട് ഗുണമുണ്ട് ചെയ്യുന്നുണ്ട്, ടെൻഷൻ അടിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ഈ ക്യാൻസർ സെൽസിന്റെ, അതായത് നമ്മുടെ ശരീരത്തിലെ സെൽസിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവർ വളരുന്നതാണ് ക്യാൻസർ എന്നാണല്ലോ പറയുക ഇൻ ജനറൽ. ക്യാൻസർ സെൽസിന്റെ വളർച്ച സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ലോ ഷുഗർ ഡയറ്റ്, 2 ലോ കാർബ് ഡയറ്റ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ക്യാൻസർ ശരീരത്തിൽ വളരാൻ സാധ്യത കുറവാണെന്ന്. അതായത് അതിന്റെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. അത് എത്രത്തോളം ശരിയാണ്? ആക്ച്വലി ശരിയല്ല. അല്ല എന്നുവെച്ചാൽ അല്ല, ക്യാൻസറിന് ഇപ്പം ഗ്ലൂക്കോസ് വേണം, ക്യാൻസർ സെൽസിന് വേണം, നമ്മുടെ നോർമൽ ബോഡി സെൽസിനും ഗ്ലൂക്കോസ് വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഷുഗറുള്ള ഒരാൾ, ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ക്യാൻസർ വരണം. അപ്പോൾ അങ്ങനെ വെച്ചാൽ എല്ലാവരുടെ ഷുഗർ കൂടുതലായിരിക്കുന്നത്, അപ്പോൾ അവർക്കൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അപ്പം പക്ഷേ അതേസമയം ഈ കാർബ് ഇപ്പം കൂടുതൽ ഷുഗർ കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് അമിതവണ്ണം വരാം, വണ്ണം കൂടാം, വിച്ച് ക്യാൻ അഗെയിൻ ലീഡ് ടു റിസ്ക്. അപ്പോൾ അമിതവണ്ണം ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ മെനി ക്യാൻസേഴ്സ്. അങ്ങനെ കോറിലേഷൻ ഉണ്ട്. ഇനിയിപ്പം ഷുഗർ തനി പഞ്ചസാര ആവണമെന്നില്ല. ഇപ്പം നമ്മളിപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഷുഗർ കണ്ടൻറ്റും പ്രിസർവേറ്റീവ്സൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ലീഡ് ടു ഇതുപോലെ ഒബിസിറ്റിയും അതിൻ്റെ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ളതിലേക്ക് ലീഡ് ചെയ്യാം, വിച്ച് ക്യാൻ അഗെയിൻ കോസ് ക്യാൻസർ. അപ്പം അപ്പോൾ ചില പേഷ്യൻസ് ഇതുപോലെ ചോദിക്കാറുണ്ട്, അതായത് ഡോക്ടറെ ഞങ്ങൾ ഈ പറഞ്ഞ ഷുഗറൊക്കെ ക്യാൻസർ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ആൾ ഭക്ഷണവും വല്ലാണ്ട് കുറച്ചു, അപ്പോൾ ക്യാൻസർ വന്നു, ഇനിയിപ്പം ആളുടെ ഫോളോ അപ്പ് ആയിട്ട് ഭക്ഷണം കുറച്ചു. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ്, ചിലപ്പോൾ ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇനിയിപ്പോൾ ക്യാൻസറിന് ഞാൻ ഭക്ഷണം കൊടുക്കണില്ല, അതുകൊണ്ട് ഞാനിനി ഭക്ഷണം ശരീരത്തിൽ വളരണ്ട. അല്ല, അപ്പോൾ അതിൽ അങ്ങനെ പാടില്ല. അപ്പോൾ അത് അങ്ങനെ ഡയറക്റ്റ് ഷുഗറായിട്ടുള്ള കോറിലേഷൻസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇൻക്രീസ് ഷുഗർ ഇൻടേക്ക് ക്യാൻ കോസ് സം തിങ്സ്, ഒബിസിറ്റി പോലത്തെ, which may be a risk factor of cancer. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, അപ്പോൾ ഈ പോലെ നമ്മളിപ്പം പലരും ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, വെയിറ്റ് കുറയ്ക്കാനുള്ള ഫാസ്റ്റിംഗ് അതൊക്കെ ചെയ്തോളൂ. ഈവൻ ഇപ്പോൾ 6 മണി 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുക, പിന്നെ പിറ്റേ ദിവസം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ബോഡിക്ക് റീജനറേറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ശരീരത്തിൽ കൂടാനും ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ കറക്റ്റ് ചെയ്യപ്പെടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് ഇപ്പം ക്യാൻസറിന് ഞാൻ ഭക്ഷണം കൊടുക്കില്ല എന്നുള്ളൊരു ഇംപ്രഷനിൽ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ഇല്ലേ, അപ്പോൾ അതെല്ലാം ബോഡീനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാത്തുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ വരുന്നത് ഇതുപോലെ അമിതവണ്ണം, റെഗുലർ എക്സസൈസ്, നല്ല ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക,
അല്ലേ, അങ്ങനത്തെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പോൾ അത് അഡിക്ഷൻസ് ഒഴിവാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോസ് തിങ്സ് ക്യാൻ പ്രൊട്ടക്ട് യു ഫ്രം ക്യാൻസർ. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരുപോലെ പറഞ്ഞു ഓവർ വെയിറ്റ്, അമിതവണ്ണം എന്നുള്ളത് ഒരുപാട് ക്യാൻസറിനുള്ള അത് ഏതൊക്കെയാണ് വണ്ണമുള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസേഴ്സ്, അല്ലെങ്കിൽ അവർ അറ്റ് റിസ്ക് എന്ന് പറയുന്നത്? ഒരുവിധം എല്ലാ ക്യാൻസറുകൾക്കും ഒരു റിസ്ക് ഫാക്ടറാണ് അമിതവണ്ണം. കാരണം ഇതിൽ അമിതവണ്ണം ഡയറക്റ്റ്ലി ക്യാൻസർ ഉണ്ടാക്കുന്നല്ല പറയുന്നത്, ഈ അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന ചില പ്രോസസ്സുകൾ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഉദരാശയ ക്യാൻസറുകൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഗർഭപാത്ര ക്യാൻസർ, നമ്മൾ 40s ഉള്ള ഫെർട്ടൈൽ ഫാറ്റി ഫീമെയിൽസ് എന്നൊരു ക്ലോസ് നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുന്നതാണ്. ഫാറ്റി ഫ്ലാറ്റ് ഫീമെയിൽ 40s കഴിഞ്ഞിട്ടുള്ള പീരിയഡ്സ് ഉള്ള വണ്ണമുള്ള സ്ത്രീകളിൽ വരുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടൊരു കോറിലേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഫാറ്റി എന്നുള്ളത്. അങ്ങനെയുള്ള ചില ക്യാൻസറുകളിൽ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആണ്, ചില ക്യാൻസറുകളിൽ അത്ര എവിഡൻ്റ് ആയിരിക്കില്ല, വരും കാലങ്ങളിൽ എവിഡൻസ് വരുമായിരിക്കും. ഓക്കെ, പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ ശരീരവണ്ണം ഒരു ഫാക്ടറാണ്, റിസ്ക് ഫാക്ടറാണ്. ഓക്കെ, അപ്പം ഇത് തിരിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ശരീരഭാരം കുറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ക്യാൻസർ ഉണ്ടോ? അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുമില്ല അധികം. അപ്പം നമുക്കൊരു ഇൻഡയറക്റ്റ് കോറിലേഷൻ, മെലിഞ്ഞ ഒരാൾക്ക് വരുന്ന ക്യാൻസറുകൾ അങ്ങനെ ഒരാൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരീരഭാരം കൂടിയതിന് എന്തോ ഒരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കങ്ങനെ മനസ്സിലാക്കാം അതിനെ പറ്റിയിട്ട്. പിന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, ഈ ഫാസ്റ്റിംഗ് ഇങ്ങനെയുള്ള ഈ ക്യാൻസർ തെറാപ്പിക്ക് ഒരു ഒറ്റമൂലി എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്, അത് വിശ്വസിക്കരുത്, അതൊരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോ ഈ ക്യാൻസർ ഒരു പ്രശ്നമില്ലാതായി പോയനെ. ഇതൊരു ക്യാൻസർ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഇതിന് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്, എല്ലാം ഇവോൾവിങ് ആണ്. ഓക്കെ, അതിങ്ങനെ നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് വെച്ചിട്ട് ആഡ് ചെയ്താണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾ വന്ന് ഫ്രൂട്ട് തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഫോർ 24 hours 48 hours അങ്ങനെ ക്യാൻസറിനെ തകർക്കാൻ പറ്റില്ല. അങ്ങനെ പോകുന്ന ഒരാളല്ല ഇത്. അത് മനസ്സിലാക്കുക. അങ്ങനെ ഫാസ്റ്റിംഗ് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകില്ല. ഇപ്പൊ നമ്മളെല്ലാവരും, അതായത് ഒരുവിധം എല്ലാ ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആരെയും പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറെ ഇങ്ങനെ ഷെയർ ചെയ്ത് കണ്ടിരുന്നു, ലോ വൈറ്റമിൻ ഡി ഈസ് ഈക്വൽ ടു ഹൈ ക്യാൻസർ റിസ്ക് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോമൺ ആണ്, സം റീസൺസ്. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്. ഇത് പേഷ്യൻസ് നോക്കി കഴിയുമ്പോൾ ഞാൻ ഇത് ലാബ് ടെസ്റ്റ് ശരിയാണോ നോക്കാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്കും ഡെഫിഷ്യൻസി വന്നു, അതായിരുന്നു നമ്മൾ എടുത്തു തുടങ്ങി. പക്ഷേ അത് നിർത്താൻ പറ്റില്ല. പക്ഷേ അതിൽ ഒരു കാര്യമുണ്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിയലാണ്. അത് എടുക്കുമ്പോൾ അത് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ സിംറ്റംസ് ബെറ്ററാണ്. ഇതൊന്നും ക്യാൻസർ വരാതിരിക്കാനല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ അല്ലെങ്കിലും ചിലപ്പം ഞാനൊരു വീഗൻ ഡയറ്റിൽ പോകുന്ന ഒരാളാണ്, അപ്പോൾ ചില വൈറ്റമിൻ B12 സപ്ലിമെൻ്റ് എടുത്തേ പറ്റുള്ളൂ. തൈറോയ്ഡ് സർജറി ചെയ്ത ഒരാൾ തൈറോയ്ഡ് സപ്ലിമെൻ്റ് എടുത്തേ പറ്റുള്ളൂ. സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിന് എടുക്കേണ്ട സാധനമാണ്, അല്ല എല്ലാവരും എടുക്കേണ്ട കാര്യങ്ങളല്ല. ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ് നമ്മൾ എടുക്കുന്ന സപ്ലിമെൻറ്റ്. ഞാൻ വീഗൻ ലൈഫ് സ്റ്റൈൽ എടുക്കുമ്പോൾ ഞാനൊരു 10 years മുന്നെയാണ് അതിലേക്ക് അഡോപ്റ്റ് ചെയ്തത്. അതുവരെ 100% നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് റിവേഴ്സ് ഓർഡറിലേക്ക് പോകുമ്പോൾ എനിക്കറിയാം ഇവിടെ ചില ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ കൗണ്ടറാക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെയല്ല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഇത് പറയുകയാണ് വൈറ്റമിൻ ഡി കഴിച്ച് കുറഞ്ഞാൽ എല്ലാവർക്കും ക്യാൻസർ വരും. അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ഇപ്പോൾ ചില കുടലിൻ്റെ ക്യാൻസേഴ്സിന് ഒരു ചെറിയ ഇപ്പോൾ വൈറ്റമിൻ ഡി ക്യാൻ കോസ് കുറച്ചൊരു ഇൻഹിബിറ്ററി എഫക്റ്റ് ഉണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ചില കോളൻ ക്യാൻസറിലൊക്കെ ചെറിയ കോറിലേഷൻസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. പക്ഷെ അതിനൊന്നും ഡെഫിനറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. ഇത് ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും നമ്മളിപ്പം ഇപ്പോൾ ഈ സോൾട്ട് അയോഡൈസ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഗവൺമെൻറ് തന്നെ പോളിസി ഇറക്കിയാണ് ഇപ്പോൾ എല്ലാവർക്കും വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കണം, കാരണം ഇത് കുറഞ്ഞ എന്തായാലും ക്യാൻസർ. അങ്ങനെ ചെയ്യണില്ല, കാരണം എവിടേക്കോ ചെറിയ കോറിലേഷൻസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ് അല്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ചില ചോദിക്കില്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ വരുമോ എന്ന് വെച്ചാൽ ഐഡിയലി പ്രൂവൺ അല്ല. ചിലപ്പോൾ ഇനി മേ ബി ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വല്ല എവിഡൻസ് ഒക്കെ വരാം. സോ ആസ് സച്ച് ഇറ്റ്സ് അപ്പം പക്ഷേ പലരും നമ്മുടെ നാട്ടിലൊക്കെ പലവർക്കൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്. അത് നമ്മൾ വെയിൽ കൊള്ളുന്ന സ്വഭാവം പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആർക്കും ഇല്ല. അപ്പോൾ അതൊരു വിറ്റമിൻ ഡി കുറവുണ്ടുള്ളവർ ഒരു സപ്ലിമെൻറ്റ് ചെയ്ത് അത് കൂട്ടി എപ്പോഴും നോർമലാക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഈ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് മെഡിസിൻ ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ആൻറ്റി ക്യാൻസറസ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം, ഒന്ന് പോമഗ്രാനൈറ്റ് സീഡ്സ്, അതുപോലെ പിന്നെ എന്തായിരുന്നു ബ്രോക്കോളി സ്പ്രൗട്ട്സ്, നട്ട്സ്, അതൊക്കെ അങ്ങനെയുണ്ട്. അതായത് ക്യാൻസർ വരാതിരിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്ന ഭക്ഷണങ്ങൾ. ഇതിനകത്തൊക്കെ ഉള്ളത് ബേസിക്കലി ഒരു ആൻറ്റി ഓക്സിഡൻസ് കുറേ ഉണ്ട് ഈ ഫ്രൂട്ട്സിൽ. അതിപ്പം ബ്രക്കോളി എന്നാണെന്നില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ചക്കയും മാങ്ങയും
ഇതൊക്കെ ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ശരിക്കും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പക്ഷേ ആൻറ്റി ഓക്സിഡൻസ് ഒരു ഇൻഹിബിറ്ററി ഡെഫിനറ്റ്ലി ക്യാൻസറിന് എഫക്റ്റ് ഉണ്ട്. കാരണം പലപ്പോഴും ഈ ഓക്സിഡേറ്റീവ് ഇങ്ങനെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ പല സാധനങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ക്യാൻസറിന് കുറേ റീസൺ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഇൻഹിബിറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിക്കണം, ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോൾ അത് സ്പെസിഫിക്കായിട്ട് ഇന്ന പൊമഗ്രാനേറ്റ് കഴിച്ചാലേ ശരിയാവുള്ളൂ. നമ്മൾ പപ്പായ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉള്ള ഫ്രൂട്ട്സ് ഏത് തന്നെയായാലും അതിന് എഫക്റ്റ് ഉണ്ട്. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കും. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഇപ്പം അല്ല ഇപ്പം കുറേ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുള്ള മാങ്ങയും കിട്ടും, നമുക്ക് ഫ്രഷ് പറിക്കുന്ന മാങ്ങയും കിട്ടും. അപ്പോൾ ഫ്രഷ് പറിക്കുന്ന മാങ്ങയിലാണ് ആ പറഞ്ഞ ഗുണങ്ങളുള്ളൂ. ഇപ്പോൾ മറ്റേതിൽ ചിലപ്പോൾ അത്ര ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സിലും ഈ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ നട്ട്സും സീഡ്സും ഒക്കെ ആൾക്കാർ കഴിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ മറ്റേ കുറേ പംകിൻ സീഡ്സ് അത് നല്ലതാണ്, തെറ്റെന്നല്ല, പക്ഷെ അതൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഇപ്പോൾ ക്യാൻസർ വന്നുകൊണ്ട് ഇപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങൾ ഇനി നാളെ തൊട്ട് ഇനി ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കട്ടെ, ഈ ഫ്രൂട്ട് ഏതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, യു ടേക്ക് ഫ്രൂട്ട്സ് ഏതായാലും കഴിക്കുക. അത് കുറച്ചുകൂടെ ഡയറ്റിൽ കൂട്ടാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ ഹൈ അയൺ കൂടുതലാണെങ്കിൽ ക്യാൻസർ റിസ്ക് ഉണ്ടോ? അയൺ കൂടുതലെന്ന് നമ്മുടെ നാട്ടിൽ സാധനം അയൺ കുറവാണ്. അപ്പോൾ ഇതുപോലെ സപ്ലിമെൻറ്റ്സ് ഇപ്പം കുറവുള്ളവർ, ഇപ്പം ബ്ലീഡിംഗ് ഉള്ളവർ അല്ലെങ്കിൽ HB ഒരു 9 താഴേക്ക് നിൽക്കുന്നവർ സപ്ലിമെൻറ്റ്സ് കഴിക്കണം. 12-13 HB ഗ്രാം പെർ ഡെസിലിറ്റർ ഉണ്ടെങ്കിൽ അവർ അങ്ങനെ അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറ്റിൽ നിന്ന് തന്നെ അത് കിട്ടും. ഇനി ചില അയൺ ശരീരത്തിൽ കൂടുന്ന ചില അസുഖങ്ങളുണ്ട്. ഇപ്പം ചിലർക്ക് ജന്മന ചില മ്യൂട്ടേഷനൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അയൺ ഭയങ്കര ശരീരത്തിൽ കൂടുതൽ കാണാം. അങ്ങനെയുള്ള ഈ ഹീമോക്രമറ്റോസിസ് പോലത്തെ ചില അസുഖങ്ങൾ, അപ്പോൾ അതൊക്കെ ലിവറിനെ എഫക്റ്റ് ചെയ്യാം, സിറോസിസ് ഉണ്ടാക്കി അത് ക്യാൻസർ ഉണ്ടാക്കാം. അപ്പം അയൺ കൂടുതൽ ഡെഫിനറ്റ്ലി ആവശ്യമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അയൺ കൂടുതൽ കഴിച്ചാൽ ക്യാൻസർ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രൂവണല്ല. ബട്ട് അയൺ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അയൺ കൂടുതൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള അയൺ മതി ശരീരത്തിൽ. അപ്പോൾ അത് മേ ബി നമുക്ക് ഈ പറഞ്ഞ വിറ്റമിൻ ഡി നോക്കിയ പോലെ ഒരു അയൺ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അയൺ, ഫെറിറ്റിൻ, അതിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ഒക്കെ ഉള്ള കറക്റ്റായിട്ടുള്ള ആൾ പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ വെറുതെ ഒരു സാമ്പിൾ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്കൊരു B കോംപ്ലക്സ്, ഒരു വിറ്റമിൻ, ഒരു അയൺ, ഇതെല്ലാം കൂടെ എനിക്ക് തരും, എന്നിട്ട് ഞാൻ ഡെയിലി ഗുളികളൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക. കാരണം എല്ലാ സപ്ലിമെൻ്റ് ആയാലും പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിന് ദൂഷ്യഫലങ്ങൾ ഉണ്ട്. ആവശ്യത്തിന് ഉള്ള ആൾക്കാർ കഴിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടുന്നു, അതാണ് മിക്കവാറും എല്ലാത്തിനും പ്രശ്നം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇൻക്ലൂഡിങ് ഓവർവെയിറ്റ് വരുന്നത് ഉൾപ്പെടെ എല്ലാം ഇൻഫ്ലമേഷൻ കാരണമാണ്. ഈ ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ്റെ അളവ് കൂട്ടും. ഉപ്പ് നമുക്ക് ഭക്ഷണത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ഹാർട്ടിൻ്റെ പല അസുഖങ്ങളും പ്രഷർ കൂടുന്നതൊക്കെ ഉപ്പായിട്ട് ചെറിയ കോറിലേഷൻസ് ഉണ്ട്. പക്ഷേ ഉപ്പും ക്യാൻസറായിട്ട് ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല. അതേസമയം ഈ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം ഡ്രൈഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മീൻ, ഫിഷ്, ഉണക്കമീൻ, അങ്ങനെ ഡ്രൈഡ് മീറ്റ്. ഇപ്പോൾ ചില നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഉണക്കമീൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ അവർ മീറ്റ് അവർക്ക് പ്രോസസ്സ് ചെയ്ത് വിൻ്ററിലേക്ക് കഴിക്കാൻ വേണ്ടി അവർ സ്മോക്ക് ചെയ്തിട്ടൊക്കെ, അപ്പോൾ അതൊക്കെ കഴിക്കുന്നവർ ചില GI ക്യാൻസേഴ്സ് ഒക്കെ ആ ഭാഗത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്ഡ് ആയിട്ടുള്ള സോൾട്ടി ഫുഡ്സ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ആസിച്ച് ഉപ്പ് സാധാരണ പോലെ കഴിക്കുന്ന ആൾക്ക് അത് ക്യാൻസർ റിസ്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ക്യാൻസർ റിസ്ക് കുറയ്ക്കാനായിട്ട് ഇനി നാളെ തൊട്ട് ഉപ്പ് കുറയ്ക്കുന്നു പറഞ്ഞാൽ അർത്ഥം ഇല്ല. അതുപോലെ അലൂമിനിയം പാത്രങ്ങൾ, ഈ ചോദ്യം ആക്ച്വലി ഞാൻ നിർത്തിയതായിരുന്നു, പക്ഷെ വീണ്ടും അത് ഭയങ്കര ഹൈ ആയിട്ട് അലൂമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം വെക്കുന്നതോ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കുറച്ചാൽ ഒരു ലോ റിസ്ക് ക്യാൻസറിനുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. അല്ല, അത് ഡയറക്റ്റ്ലി കോറിലേറ്റഡ് അല്ല. അലുമിനിയം പാത്രങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ റൂഫിങ്ങിന് ആസ്ബെസ്റ്റോസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് പിന്നെ അത് ബാൻ ചെയ്തു, ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൽ നിന്ന് പാർട്ടിക്കിൾസ് വരുന്നത് നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അലുമിനിയം പാത്രത്തിൽ അങ്ങനെ അത് പ്രൂവണല്ല. അലുമിനിയം ചിലപ്പോൾ അതിൻ്റെ ചിരീശ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടാവാം. അലുമിനിയം അത് അലുമിനിയം മാത്രമല്ല, നേരത്തെ പറഞ്ഞ അയൺ, കാഡ്മിയം, പല സ്മോൾ മെറ്റൽസ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പല പാത്രത്തിൽ നിന്ന് മാത്രമല്ല ഭക്ഷണത്തിൽ നിന്നൊക്കെ ഇത് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ബോഡി പ്രോസസ്സ് ചെയ്ത് ആവശ്യമില്ലാത്തൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു മിനിമം ആയിരിക്കാം ഈ അലുമിനിയത്തിൽ നിന്ന് വരുന്നത്. അല്ലാണ്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈവൻ നമ്മളതിൽ ഈ ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം മീൻ കറി വയ്ക്കുന്നു അല്ലെങ്കിൽ അച്ചാറൊക്കെ എടുത്ത് വെക്കാനായിട്ട് ആരും അലുമിനിയം പാത്രത്തിൽ എടുത്ത് വയ്ക്കില്ല, നമ്മൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അത് ലോങ് ടേം ആയിട്ട് വെക്കുന്ന ഈ ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം വെക്കുമ്പോൾ അതിൽ നിന്ന് അലുമിനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതൽ വരാം. അപ്പം അങ്ങനെയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ചിലർക്ക് അലുമിനിയം ഉപയോഗിക്കേണ്ട, നാളെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കണം വെച്ചാൽ അത്രയും കുഴപ്പമില്ല, നല്ല കാര്യം. നിങ്ങൾക്ക് എന്താണോ സമാധാനം അത് ചെയ്തോളാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അലുമിനിയം പൊതുവേ ഒരു ഇനേർട്ട് മെറ്റലാണ്, പിന്നെ ചില ആസിഡുകളൊക്കെ ആയിട്ട് റിയാക്ട്. പക്ഷേ അലുമിനിയത്തിൽ ആക്ച്വലി പ്രോബ്ലം ഉണ്ടായിരുന്നു. അലുമിനിയം പണ്ട് കാലത്തൊക്കെ കോട്ട് ചെയ്യായിരുന്നു.
ഒരു അലുമിനിയത്തിനകത്തൊരു കോട്ടിങ് ചെയ്യായിരുന്നു. അത് ലെഡിൻ്റെ കോട്ടിങ് ആയിരുന്നു. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പം മഞ്ജുനൊന്നും അറിയുണ്ടാവില്ല, പഴയ ഒരു ജനറേഷനിൽ അലുമിനിയം പാത്രം ഇതിന് കോട്ടിങ് ചെയ്യുന്ന, അലുമിനിയം ഉള്ളിൽ കോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ആൾക്കാർ വീട്ടിലേക്ക് വന്ന് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ആ ലെയർ ഇളകി വരും. അത് നമ്മുടെ ഭക്ഷണത്തിൽ കയറി വരും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം പാത്രങ്ങളൊന്നും അങ്ങനെയല്ല. വളരെ ഒരു ലെയർ, പ്രത്യേകിച്ച് ഒരു ലെയറൊന്നും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അടുത്തൊരു ചോദ്യം, നിങ്ങൾ എന്തിൽ പിന്നെ പാത്രം ഉപയോഗിക്കും, ഏത് പാത്രങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. എല്ലാത്തിനും നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ വേണ്ടേ, നോൺ സ്റ്റിക്ക് പറ്റില്ല, അലുമിനിയം പറ്റില്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പണ്ട് ഞാൻ ഇതുപോലെ ഈ നമ്മൾ വെജിറ്റബിൾസിൻ്റെ മേലെയുള്ള ഈ ഇൻസെക്ടിസൈഡ്സിനെ പറ്റി നമ്മളൊരു സർവേ നടത്തി, ഇവിടെ വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തി കൊച്ചിൻ മെഡിക്കൽ കോളേജിലെ കുട്ടികളൊക്കെ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. അന്ന് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അദ്ദേഹത്തിനോട് സഹായം ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ തുടങ്ങിയാലേ ആൾക്കാർ എന്ത് കഴിക്കും, അവർക്ക് കഴിക്കാൻ നമുക്ക് ഓൾട്ടർനേറ്റീവ് കൊടുക്കണ്ടേ, ഇത് നിങ്ങളിപ്പം. അപ്പോൾ അവർ ചോദിക്കും, വിശന്ന് മരിക്കണോ അതോ 10 കൊല്ലം കഴിഞ്ഞിട്ട് ക്യാൻസർ ഒന്നും മരിക്കണോ? അപ്പോൾ നമ്മൾ വെരി റിയലിസ്റ്റിക് ആയിരിക്കണം. ചില കാര്യങ്ങളിൽ വെറുതെ ഒരു അവയർനെസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ട് മാത്രം ഇപ്പോൾ ഇന്നത് മോശമാണ്, അത് മോശമാണ്, ഇത് മോശമാണ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വളരെ 1-to-1 അസോസിയേഷൻ കാണുന്ന സിഗരറ്റ് സ്മോക്ക്, അത് നമ്മൾ ബാൻ ചെയ്യേണ്ടതാണ്. അതിനുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെയുള്ള അസോസിയേഷൻസ് കണ്ടുപിടിക്കാതെ നമ്മൾ ഊഹാപോഹങ്ങളുടെ അതാണ് അതിലുള്ള മെസ്സേജ്, ടേക്ക് ഹോം മെസ്സേജ്. അല്ലാതെ നമ്മളൊരു പ്രൂവൺ അല്ലാത്ത സാധനങ്ങൾ ഊഹാപോഹത്തിനനുസരിച്ച് കാടടിച്ച് വെടിവെക്കുക എന്ന് പറയും. എന്തും പറയാം നമുക്ക്. അത് ശരിയാട്ടോ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഒക്കെ, അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എല്ലാം വിഷടിച്ചല്ലേ വരണം, പിന്നെ എന്ത് ഫ്രൂട്ട് കഴിക്കാനാ, വീട്ടില് അത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടൂ മച്ച് ഇൻഫർമേഷൻ ആണ്. എവിടെ നോക്കിയാലും നമുക്ക് ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോഡ്കാസ്റ്റ് പോലെ തന്നെ എവിടെ നോക്കിയാലും ഇൻഫർമേഷൻ ഉണ്ട്. ഒരുപാട് പേര് എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നൂല ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് അങ്ങനെ തോന്നിയിട്ടുള്ള മണ്ടത്തരങ്ങളുണ്ട്. അതായത് സോഷ്യൽ മീഡിയ മിത്സ് എന്ന് പറയുന്ന സാധനം അങ്ങനെയുണ്ടോ? ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മിത്തുകൾ ക്യാൻസറിൽ തന്നെ ആയിരിക്കും. കാരണം ഏറ്റവും വാല്യൂ അതിനാണല്ലോ. ലിറ്ററലി എന്ത് കഴിച്ചാലും ക്യാൻസർ എന്നാണ് പറയുന്നത്. അയൺ കൂടിയ ക്യാൻസർ. ഒരു സോഷ്യൽ മീഡിയ ഒരു റീച്ച് കിട്ടാൻ ഏറ്റവും നല്ലത് നെഗറ്റീവ് ന്യൂസുകൾ പറയുന്നതാണ്. ഓക്കെ, നമ്മളിപ്പം അത് അസുഖം വരില്ല, കുഴപ്പമൊന്നുമില്ല, ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അതൊരു ഒരു ഫാക്ടറാണ്. ഇതിൻ്റെ ഒരു നോളജ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഫിയർ സൈക്കോസിസ് അതിൽ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒന്ന്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ വളരെ സ്മാർട്ടാണ്. ഇത് കണ്ടിട്ട് ഇതിലെ ഏതാണ് നെല്ലേതാണ് പതിരേതാണ് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും പ്രത്യേകിച്ച് ജെൻസിക്ക് ഉണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ശരിക്കും നമ്മളുടെ ഒരു പുതിയ ജനറേഷൻ ഇതിലങ്ങനെ വീണ് പോകുന്നതായി കാണുന്നു. അങ്ങനെ അവർ വീഴുന്നില്ല. അവർക്ക് ക്ലിയർ ആണ് ഇതിനെപ്പറ്റി, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഈ മീഡിയയെ അവർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇറ്റ്സ് ടു ഏർലി ടു സേ എ കമന്റ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒറ്റമൂലികൾ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ക്യാൻസർ വന്നു ഇതിന് പപ്പായയുടെ ഇല, ഇതിന്റെ ഇല അല്ലേ, അല്ലെങ്കിൽ ഒറ്റമൂലി. അപ്പം ചില അതൊക്കെ നമുക്ക് ലക്ഷ്മി മുള്ളാത്ത ഫ്രൂട്ട്സ് ആണ്, അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് ഇത് ചക്കയും വാങ്ങി കഴിച്ചാൽ ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ എവിഡൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു ക്യാൻസർ ഏർലി സ്റ്റേജിലൊരു ആളെ കണ്ടുപിടിച്ച് ബയോപ്സി ചെയ്തു അത് ക്യാൻസറാണ്, ഏർലി ആണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറിപ്പോകുന്ന നമുക്ക് 100% ഉറപ്പുണ്ട്. എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറും, കുഴപ്പമുണ്ടാവില്ല. അപ്പം അത്തരം ഒരു പേഷ്യൻ്റ് ഇനി അതിൻ്റെ ക്യാൻസറിൻ്റെ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റുകളിൽ വരുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആൾ വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ കുറച്ച് മരുന്നുകൾ കഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു 5-6 മാസം അതിൽ ആൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് ഇതുപോലെ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ്. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഒറ്റമൂലി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ ട്രീറ്റ്മെൻറ്റിനെ ഉപേക്ഷിച്ചിട്ട് ആൾ മെഡിസിൻ അത് പക്ഷേ ഇങ്ങനെ മീഡിയയിൽ കണ്ടിട്ടുള്ള വിശ്വാസം വെച്ചിട്ടാണ് അവർ പോകുന്നത്. അത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള പല ആൾക്കാരും. ഇന്ന് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞിട്ട് ആൾ തിരിച്ചല്ല, അത് വ്യത്യാസപ്പെട്ടില്ല, അവർ തിരിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ അതൊരു ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ഇപ്പോൾ ഒരു 3rd or 4th സ്റ്റേജായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അങ്ങനെ അതും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, ഇപ്പോൾ തീരെ അറിയാത്ത ആൾക്കാരല്ല. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വിഷമം വരുത്തുന്ന പല കാര്യങ്ങളും. അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഒരു. ക്യാൻസറിന് ആസ് ഓഫ് നോ ഒരു ഒറ്റമൂലി ഇല്ല. ഒട്ടനവധി ആൾക്കാർ ഇതുപോലെ എൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഈ മുള്ളാത്ത പ്രത്യേകിച്ചും അത് ഒരു പാക്കറ്റിലൊക്കെ ഗിഫ്റ്റായി കൊണ്ടുവരും, ഡോക്ടറും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസം, അവർ വളരെ ഉള്ളിൽ വിശ്വസിക്കുന്നു ഇത് ക്യാൻസർ മാറുന്നത്. പക്ഷേ ആ വിശ്വാസം അവരെ കുറച്ചൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി ഒരു സ്യൂഡോ എഫക്ട്, ഒരു പ്ലാസിബോ എഫക്റ്റ് ഒക്കെ കുറച്ചുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു SCMS ഇവിടുത്തെ SCMS-ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടൊരു ചെറിയൊരു സ്റ്റഡി നടത്തി, ഇതിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോയെന്ന്. പക്ഷേ ഇതിൽ ഡോക്ടർ ഫിലിപ്പ് പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ എഫക്റ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല.
ഇതിൽ കൂടുതലൊന്നുമില്ല. പ്രത്യേകിച്ചും മുള്ളാത്തയിലൊക്കെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ലെവൽസും കുറവാണ് കമ്പയർഡ് ടു മെനി അതർ വെരി വെരി ഈസിലി അവൈലബിൾ ഫ്രൂട്ട്സ് നമ്മൾ കേരളത്തിൽ തന്നെ കിട്ടുന്ന പല ഫ്രൂട്ട്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കതൊരു അതിൻ്റെ ഒരു ഹൈപ്പും അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പോൾ ആരും മുള്ളാത്തതിനെ പറ്റി പറയും. ഇപ്പോൾ വേറെ എന്തെങ്കിലും എല്ലാ സമയത്തും ഒരു സൈക്ലിക്കലാണ്, ഈ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ട്രെൻഡിൻ്റെ പിന്നാലെ പോകാതിരിക്കുക, നമ്മൾ എവിഡൻസിൻ്റെ പിന്നാലെ പോവുക. ഇതാണ് ഇപ്പം എല്ലാവരും പറയുമല്ലോ ഞങ്ങൾ ഡാറ്റയിലാണ് വിശ്വസിക്കുന്നത്. ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അതുപോലെ മോഡേൺ മെഡിസിൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രചാരം നേടിയത്? വി ബിലീവ് ഇൻ ഡേറ്റ, വി ബിലീവ് ഇൻ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പോകുന്ന ഏത് കാര്യത്തിലും. ഇപ്പോൾ മുള്ളാത്ത ആണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേനെ എവിഡൻസ്ഡ് ആയിരുന്നെങ്കിൽ. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, MD ആൻഡേഴ്സൻ്റെ ഒരു ഗ്രൂപ്പ് 2013 ഇവിടെ വരെ. MD ആൻഡേഴ്സൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർക്ക് റിസർച്ച് വെങ്കിൽ അവരിവിടെ വന്നിട്ട് കേരളത്തിലെ ഈ ഒറ്റമൂലി ചികിത്സകരെ ഒരു 5-6 പേരെ കണ്ടുപിടിച്ച് അവർക്കൊരു ലാപ്ടോപ്പും കാര്യങ്ങളും ഒരു അസിസ്റ്റൻ്റൊക്കെ വെച്ച് അവരെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇവർക്ക് ഇത്രയധികം പേഷ്യൻസ് വരുന്നുണ്ടെന്നുള്ള കാര്യം ഇൻകം ടാക്സ് വകുപ്പ് പറഞ്ഞു. അപ്പോൾ തന്നെ പലരും പരിപാടി നിർത്തി. അങ്ങനെ 1-2 പേര് മാത്രം കണ്ടിന്യൂ ചെയ്തു. ഒരു എവിഡൻസും കിട്ടിയില്ല. അവർ ഫയൽ ചെയ്തിരിക്കുന്നത് ദർ ഇസ് നത്തിങ്, നോ എവിഡൻസ് ടു ഫൈൻഡ് ദറ്റ് ദർ ഇസ് എ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇൻ കേരള ഹാസ് എ പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ സമയം ഇത് 2013 2016 വരെ MD ആൻഡേഴ്സൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു ഒരു പേജിൽ, ലാസ്റ്റ് പേജിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് അവർ റിമൂവ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരും ഇതിനെപ്പറ്റി ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ. അതായത് ക്യാൻസർ അത്രയും വലിയൊരു പ്രോബ്ലമാണ് ഗ്ലോബലി. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇതുവരെ വർക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഒറ്റമൂലി എന്ന് പറയുന്ന സാധനം വർക്കാവില്ല. ഇപ്പൊ ഇതിലിപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ, അതായത് അവരത് കഴിക്കുമ്പോൾ അവരുടെ ഒരു വിശ്വാസത്തിൽ ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആ ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ആ വരുന്ന പേഷ്യന്റിന്റെ കോൺഫിഡൻസ്, അവരുടെ പോസിറ്റിവിറ്റി, അവരുടെ മൈൻഡിന്റെ ഒരു ഫീൽ, അത് ആക്ച്വലി ട്രീറ്റ്മെന്റിൽ ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും അത് വളരെയധികം വളരെയധികം വർക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്ന താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ. ഇപ്പം ചിലപ്പോൾ ഡോക്ടർ ബാധി എന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷേ ശരിക്കും ഡോക്ടർ ഒരു ഗൈഡൻസ് കൊടുക്കുക, കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. ഈ ഒരു നാരോ പാലമാണ്, ഒരു വളരെ നേരത്തെ ഒരു പാലത്തിലൂടെയാണ് നടക്കുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ നെഗറ്റീവ് കോൺടെക്സ്റ്റിലല്ല, നമുക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ആ സമയത്ത് പോകാൻ. പ്രത്യേകിച്ചും കീമോതെറാപ്പി എടുക്കുക, ട്രീറ്റ്മെൻറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യുക, റേഡിയേഷൻ ചെയ്യുക, അതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാർ 2 സൈഡിൽ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം നേരെ നടക്കേണ്ടത് പേഷ്യൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഉത്തമ വിശ്വാസം വേണം, എനിക്ക് ഈ റിവർ കടക്കാൻ പറ്റും എന്ന് അവർ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ ഇതിൽ കണ്ടിട്ട് അത്തരം പേഷ്യൻസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് ഓവർകം ചെയ്യാമെന്ന് മാത്രമല്ല, അവർക്ക് കോംപ്ലിക്കേഷൻസ് കുറവാണ് കാണുന്നത്. പൊതുവെ അവർ ഒരു ധൈര്യം ഉള്ള രോഗികളെ ചികിത്സിക്കാൻ നമുക്ക് എളുപ്പമാണ്. അത് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളുടെയും ജോലിയാണത് അവർക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ടത്. അതെ, മനസ്സിലായി. അങ്ങനത്തെ എന്തെങ്കിലും കേസസ് ഉണ്ട്? ഒരുപാട് കേസുകളുണ്ട്. അതിപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മണിക്കൂറുകൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും അവർ ഈ അസുഖം മാറില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് കൊടുത്താലും അത് വർക്കാവില്ല. അത് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗെയിൻ നമ്മളിതിനെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല പലപ്പോഴും. അതുകൊണ്ട് നമുക്ക് ഇത്തരം എക്സ്പീരിയൻസസുകൾ ഉണ്ടായിട്ടുണ്ട്. 1 ഓഫ് കേസസ് അത് ഈവൻ ചില ഇപ്പോൾ കീമോതെറാപ്പി മെഡിസിൻസ് നമ്മൾ അതിൻ്റെ ഡോസ് ഇപ്പം നമ്മൾ 3 ആഴ്ച ഇടവിട്ടിട്ടാണ് ഇഞ്ചക്ഷൻസ് ഗ്ലൂക്കോസിൽ മിക്സ് ചെയ്ത് ഡ്രിപ്പായിട്ട് കീമോതെറാപ്പി മെഡിസിൻസ് എടുക്കുന്നത്. അപ്പോൾ കീമോതെറാപ്പിയുടെ ഡോസൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യൻ്റെ ഹൈറ്റും വെയിറ്റും ബാക്കിയുള്ള ഇപ്പോൾ കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ നോക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പം ഇനി ഈ സെയിം ഇപ്പോൾ ഫസ്റ്റ് ഡോസ് കൊടുത്ത് രണ്ടാമത്തെ ഡോസ് അഗെയിൻ നമ്മളിങ്ങനെ അത് ഡോസ് മോഡിഫൈ ചെയ്യണം. ചിലർക്ക് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരാം, ചിലർക്ക് തീരെ നോ ഇഷ്യൂസ്. അപ്പോൾ അവർക്ക് ഫുൾ ഡോസിൽ ചുമയുടെ ഡോസ് കൂട്ടിയിട്ട് നല്ല ട്യൂമർ സപ്രഷൻ കിട്ടുന്ന പോലെ കൊടുക്കാം. അപ്പോൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് കണ്ടിരിക്കുന്നത് അവർക്ക് എപ്പോഴും അവർക്ക് ടോളറൻസ് ഇഷ്യൂ ഇല്ല കുറേയൊക്കെ. ഇവൻ നമ്മൾ അതില്ലാത്തൊരു ചിലപ്പം അടുത്ത പ്രാവശ്യം എനിക്ക് നിറച്ച് ബുദ്ധിമുട്ടാണ്, ഡോക്ടർ എനിക്ക് ഉറക്കം വന്നില്ല, എനിക്ക് അതാണ് ഇതാണ്. അപ്പോൾ കുറേ ഇങ്ങനെ കംപ്ലയിൻസും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ എന്നാൽ ഡോസ് കുറച്ച് കുറയ്ക്കാം. ചിലപ്പോൾ അത് ചിലപ്പോൾ ആൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ എഫക്ട് ചെയ്യുക. ചിലപ്പോൾ ഡോക്ടറെ വിഷമിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ഡോക്ടറിൻ്റെ വേണ്ട ഇതൊക്കെ കൊടുത്തെന്ന് പറയുമ്പം അപ്പം അതിനും അങ്ങനത്തെ ഇവൻ നമ്മുടെ ഡോക്ടറിൻ്റെ ഡിസിഷൻ തന്നെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറച്ച് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് കൂടെയാണ്. ഇതൊരു മാജിക്കൽ ക്യൂറൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു 2013 തോന്നുന്നു ഞാൻ ഒരു അൺറിസെക്റ്റബിൾ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഞാൻ PVS ഹോസ്പിറ്റലിലുള്ള സമയത്തായിരുന്നു. അന്ന് സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് കീമോന് വിട്ടു. കീമോ എടുത്തു. ലക്ഷ്മണ ഹോസ്പിറ്റലായിരുന്നു ഒന്ന് കീമോ എടുത്തു. നല്ല റെസ്പോൺസൊക്കെ വന്നു. പക്ഷേ നമ്മളിതൊരു സ്റ്റേജ് 4 ട്യൂമറാണെന്നും ഒരു പോർലി ഡിഫറൻഷ്യേറ്റഡ് കാർസിനോമ ഏത് ടൈപ്പാണെന്ന് പോലും നമുക്കന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് അവരെ കൗൺസിൽ ചെയ്തു. ഇത് ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുണ്ട്. പേഷ്യൻ്റ് ഒരു റിട്ടയർഡ് കോളേജ് ടീച്ചറാണ്, നീലേശ്വരം, കാസർഗോഡ് ആ ഏരിയയിലാണ്. അവരെല്ലാവരും അപ്പോൾ അവരെന്നെടുത്തൊരു കാര്യം പറഞ്ഞു, ഡോക്ടർ ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞു ഒരു 4-5 വർഷമായി. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം, ഡോക്ടറുടെ പ്രാക്ടീസ് കഴിയുന്നവരെ ഞാനുണ്ടാവും എന്ന്. അന്ന് ആ പറഞ്ഞ വാക്കുകൾ കറക്റ്റായിരുന്നു. അവർ കഴിഞ്ഞ വർഷം വരെ അവരെന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല.
ചിലപ്പോൾ അവർക്ക് അറിയുന്ന പോലെ എനിക്ക് തോന്നി ഇത് അസുഖം. അവരെന്നോട് പറഞ്ഞു എൻ്റെ മകൻ ഇപ്പം പഠിക്കുകയാണ്, അവന് പഠിച്ചു കഴിഞ്ഞാൽ അവനൊരു ജോലി കിട്ടി, അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ വിസ്മയിക്കാറുണ്ട്. അതുപോലെ തിരിച്ചുണ്ടാവാറുണ്ട്. നമ്മൾ വളരെ ഏർലി സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പ്രോഗ്നോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫെയിൽ ആവാറുണ്ട്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു കളിയാണ്. കാരണം എല്ലാവർക്കും ഈ പറയുന്ന സ്ഥിതിവിവര കണക്കുകളിൽ നമുക്ക് എല്ലാം ഒതുക്കാൻ പറ്റില്ല. മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. നമ്മുടെ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഇല്ലേ, അത് ഈ അടുത്താണ് പറഞ്ഞേക്കുന്നത്. അത് കഴിക്കുന്ന ആളുകൾക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ദർ ആർ ഹൈ റിസ്ക് ഓഫ് ക്യാൻസർ. അങ്ങനെയുണ്ടോ? ചില ക്യാൻസറുകൾക്ക് ഉണ്ട്. അതായത് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിൽ സാധാരണ ഇസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ഹോർമോൺ പിൽസാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ അതിൽ അഗെയിൻ പ്രൂവൻ സ്റ്റഡീസ് ഉണ്ട്, അത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് ഇച്ചിരി കൂട്ടുന്നുണ്ട്. അതേസമയം ചില ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓവേറിയൻ ക്യാൻസറിനൊക്കെ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് വരുത്തുന്നുണ്ട്. പക്ഷേ ചില ക്യാൻസറിൻ്റെ ഇത് കൂട്ടുന്നുണ്ട്. ഈവൻ പിൽസ് അല്ലാതെ തന്നെ ചിലപ്പം മെനോപോസ് കഴിഞ്ഞിട്ട് ഈ മെനോപോസൽ സിംറ്റംസ് 50 വയസ്സ് കഴിഞ്ഞിട്ട് ഹോർമോൺ സപ്രസ്ഡ് ആയിട്ട് അവർക്ക് മെനോപോസൽ സിംറ്റംസ് ഒക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതും ഈ പിൽസാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പ്രൂവൻ ആയിട്ട് ഈ പറഞ്ഞ ക്യാൻസേഴ്സ്, എൻ്റെ യൂട്രൈൻ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ശരിക്കും കൂട്ടുന്ന പ്രൂവൻ ഇതുണ്ട്. ഇനി നോർമലായിട്ടുള്ള കോൺട്രസെപ്റ്റീവ് പിൽസ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്നുണ്ട്, ചില ക്യാൻസർ ഓവറിനൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അത് എല്ലാം ജുഡീഷ്യസ് യൂസാണ്. ഈവൻ ഇതിൽ വേറൊരു ഫാക്ടർ കൂടിയുണ്ട്. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല് ഉപയോഗിക്കുമ്പോൾ പ്രഗ്നൻസി ആണല്ലോ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഈ പ്രഗ്നൻസി കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അങ്ങോട്ട് ഒഴിവാകുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രഗ്നൻസി ലാക്ടേഷൻ സമയത്ത് ഉണ്ടാകുന്ന പ്രൊട്ടക്ഷൻ അതൊക്കെ ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ദർ ഇസ് എ സ്ലൈറ്റ്, വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അതൊരു നമുക്ക് ആ കാര്യം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം അഗെയിൻ നമ്മൾ അതിൻ്റെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, ഈവൻ പണ്ടത്തെ ചില ഹോർമോൺ പിൽസ് ശരിക്കും ഭയങ്കര ഡയറക്റ്റ് കൊറിലേഷൻ വിത്ത് യൂട്രൈൻ വജൈനൽ ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്ന പിൽസുകൾ ഉണ്ടായിരുന്നു. വെച്ചാൽ ബാൻഡ്, ഇപ്പോൾ ആ അങ്ങനത്തെ പില്ലുകൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കമ്പാരിറ്റീവ്ലി സേഫർ ആയിട്ടുള്ള മരുന്നുകളാണ് കഴിക്കുന്നത്. പക്ഷേ അഗെയിൻ അണ്ടർ സൂപ്പർവിഷൻ. ഇപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് കഴിക്കാതിരിക്കാൻ, ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിച്ചാൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ പ്രൊലോങ്ഡ് അൺകൺട്രോൾഡ് അൺസൂപ്പർവൈസ്ഡ് യൂസ് ഒരിക്കലും പിൽസ് കഴിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ. Are you guys okay? Okay. Thank you so much. Thank you so much. Thank you.